രാഹുൽ മാങ്കൂട്ടത്തിന്റെ 226 കാര്യം ഞാൻ പറയാൻ കാരണം ഹൈക്കോടതിയിലെ ഒരു നിരീക്ഷണം, സുപ്രധാനമായ നിരീക്ഷണം ഇപ്പോൾ വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു പരാമർശവുമില്ല. ഹൈക്കോടതി പറഞ്ഞേക്കിന് അവിവാഹിതനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധം ഒന്നും നിയമവിരുദ്ധമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്ന ഒന്ന്. പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണ് അദ്ദേഹത്തിന്റെ ഈ കേസിൽ എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതി അത് കൃത്യമായി വിലയിരുത്തിയിരിക്കുന്നു. സുപ്രധാനമായ ഒരു ജഡ്ജ്മെന്റാണ് അത് ഹൈക്കോടതിയുടെ ആ നിരീക്ഷണത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം 226 അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം, സെർഷറി അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നിയമപരമായി പല അബദ്ധങ്ങളും പോലീസിനും അന്വേഷണ ഏജൻസികൾക്ക് പറ്റിയതുകൊണ്ടാണ്. അത് നമ്മൾ പല സന്ദർഭത്തിലും പറഞ്ഞെങ്കിലും ഹൈക്കോടതി കൃത്യമായിട്ട് ഇപ്പൊ അത് പറഞ്ഞിരിക്കുന്നു. അത് രാഹുൽ അവിവാഹിതനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധം നിയമവിരുദ്ധമല്ല. മറ്റൊന്ന്, പരസ്പര സമ്മതത്തോടുള്ള ബന്ധമായിരുന്നു അല്ലേ. വിവാഹിതരായ സ്ത്രീ ആയാലും അല്ലാത്തവരായാലും ശരി, പ്രായപൂർത്തിയായ സ്ത്രീ ആയാലും ശരി, പരസ്പര ബന്ധത്തോടെയുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എങ്ങനെയാണ് അത് കുറ്റപ്പെടുത്താൻ പറ്റും ഇന്ത്യയുടെ നിയമം അനുസരിച്ച്? അതുകൊണ്ടാണ് തുടക്കം മുതൽ വ്യത്യസ്തമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതുകൊണ്ട് 226 അനുസരിച്ച് ഹൈക്കോടതിയിലെ അടിയന്തരമായിട്ട് രാഹുൽ മൂവ് ചെയ്യണം. കാരണം അദ്ദേഹത്തിന്റെ ആ നിയമവശത്തോടൊപ്പം തന്നെയാണ് ഹൈക്കോടതി നിൽക്കുന്നത്. അദ്ദേഹം വ്യക്തികളുടെ ചില ന്യൂഡ് ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരം തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കുറ്റം പറയാനൊക്കില്ല. അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നെങ്കിലും അതെങ്ങും പബ്ലിഷ് ചെയ്തതായിട്ടെങ്ങും കാണുന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം സുപ്രധാനമാണ്, കൃത്യമാണ്. അത് ഇന്ത്യയിലെ നിയമത്തിന്റെ അകത്തു നിന്നുകൊണ്ട് സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞത് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചില കേസുകൾ നമ്മൾ പാഠം പഠിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി അത് ഈ ഒരു സാഹചര്യത്തിൽ 2-3 കേസുകൾ പ്രതിയാക്കി വെച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ കേസിൽ തന്നെയാണ് ഹൈക്കോടതി അസർട്ടീവായിട്ട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവർക്കും പോലീസ് ഉദ്യോഗസ്ഥരും സമൂഹവും അത് ശ്രദ്ധിക്കണം. ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ സുപ്രധാനമായ ആ നിരീക്ഷണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ മുഴുവൻ പരാതിക്കാരുടെയും വാദങ്ങളുടെയും മുനയൊടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ. മുൻപുന്നയിച്ച വാദങ്ങൾ തന്നെയാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ ഉന്നയിച്ചിരുന്നത്. ഉഭയസമ്മത പ്രകാരമാണ് ബന്ധം നടന്നത്. അതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല. പരാതി നൽകാൻ വൈകി തുടങ്ങിയ ആരോപണങ്ങൾക്കൊപ്പം മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നും രാഹുൽ വാദിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം അംഗീകരിച്ചാണ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ഇതോടെ 3 കേസുകളിലെയും പരാതിക്കാരുടെ വാദങ്ങളുടെ മുനയൊടിയും. മറ്റു 2 ബലാത്സംഗ കേസുകളിലും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുള്ള രാഹുലിന്റെ വാദങ്ങൾക്ക് ബലം പകരാൻ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ നിരീക്ഷണങ്ങൾ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിനെ കോടതിയുടെ ഈ നിരീക്ഷണങ്ങളും പരാമർശിക്കാൻ സാധിക്കും. ജാമ്യത്തിലിറങ്ങിയാൽ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളെയും കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായിരുന്നത്. കാനഡയിലുള്ള അതിജീവിതയെ എങ്ങനെയാണ് രാഹുൽ ഭീഷണിപ്പെടുത്തുക എന്നാണ് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനം നടന്നത് എന്നാണ് പരാതി. വിവാഹിതയായ ഒരു യുവതിക്ക് എങ്ങനെയാണ് ഒരാൾ വിവാഹ വാഗ്ദാനം നൽകുക എന്നും കോടതി ചോദിച്ചത് മറ്റ് 2 ബലാത്സംഗ കേസുകളിലെ പരാതിക്കാരുടെ കൂടി വാദങ്ങളെ ഖണ്ഡിക്കാൻ രാഹുലിന് ധൈര്യം പകരും. അതോടൊപ്പം ബലാത്സംഗം നടന്നു എന്ന് പറയുന്നതിന് ശേഷവും പരാതിക്കാരി രാഹുലുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു എന്നതിന് തെളിവായി യുവതിയുടെ മാത്രം ശബ്ദമുള്ള ഫോൺ റെക്കോർഡ് ഓഡിയോയും പെൻഡ്രൈവിലാക്കി രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ശബ്ദ സംഭാഷണത്തിൽ ആരുടെയും സമ്മർദ്ദമില്ലാത്ത രീതിയിലാണ് യുവതിയുടെ സംഭാഷണം എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതേസമയം പെൻഡ്രൈവിൽ അതിജീവിതയായ യുവതിയുടെ തന്നെ ശബ്ദമാണ് എന്ന് കോടതി സ്ഥിരീകരിച്ചിട്ടില്ല. ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷവും മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി രാഹുലിന് പണം അയച്ചത് ഇവർ തമ്മിലുള്ള നല്ല ബന്ധത്തിന് തെളിവല്ലേ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലെ പീഡനം കഴിഞ്ഞ് പരാതി നൽകാൻ വൈകിയതിനെയും കോടതി വിമർശിക്കുന്നു. ഇക്കാലയളവിലും പരാതിക്കാരിയും രാഹുലുമായി നല്ല ബന്ധം തുടർന്നിരുന്നു എന്നതിനും തെളിവുണ്ട്. പലവിധ കാരണങ്ങൾ കൊണ്ട്
പീഡന കേസുകളിൽ പരാതി വൈകാം എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ കേസിൽ ന്യായീകരണമാകുന്നില്ല. ഈ കേസിൽ 1 വർഷവും 9 മാസവും യുവതി പരാതി നൽകാൻ വൈകിയതിന് എന്ത് വിശദീകരണമാണ് ഉള്ളതെന്നാണ് കോടതിയുടെ ചോദ്യം. ഏറ്റവും പ്രസക്തമായ മറ്റൊരു നിരീക്ഷണം, രാഹുലും യുവതിയുമായി ഉഭയസമ്മത പ്രകാരം ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്ത് തെറ്റാണ് ഉള്ളതെന്ന കോടതിയുടെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അതായത് ബലാത്സംഗം നടന്നു എന്ന വാദം മറ്റൊരർത്ഥത്തിൽ കോടതി തള്ളുകയാണ്. അതേസമയം പ്രഥമ വിവര മൊഴിയിലെ ബലം പ്രയോഗിച്ചു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നീ കാര്യങ്ങൾ അതീവ ഗൗരവതരം എന്ന് തന്നെയാണ് കോടതി വിശേഷിപ്പിച്ചത്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണ് എന്ന് രാഹുലിന്റെ കുറ്റസമ്മത മൊഴി ചൂണ്ടിക്കാട്ടി കോടതി സ്ഥാപിച്ചു. അന്വേഷണം പൂർത്തിയാകും വരെ റിമാൻഡ് തുടരേണ്ട സാഹചര്യമില്ല എന്നും കുറ്റാരോപിതൻ ജാമ്യത്തിലായാലും അന്വേഷണം പൂർത്തിയാക്കാമെന്നും വിലയിരുത്തിയാണ് ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നും കേസ് അട്ടിമറിക്കപ്പെടാനും തെളിവ് നശിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. പരാതിക്കാരിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതി പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദത്തെയാണ് കാനഡയിലുള്ള ആളെ എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന ചോദ്യം കൊണ്ട് കോടതി ഖണ്ഡിച്ചത്. രാഹുലിനെതിരെ വേറെയും കേസുകളുണ്ട് എന്നും സ്ഥിരം കുറ്റവാളിയാണ് എന്നുമുള്ള വാദങ്ങളും കോടതി അംഗീകരിച്ചില്ല. ഈ കേസിന് ശേഷമാണ് മറ്റു കേസുകൾ ഉണ്ടായത്. അതുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. എന്നാൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് എന്ന വാദമാണ് പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചത്. ഇത് അംഗീകരിക്കുന്ന നിരീക്ഷണമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായത്. നല്ല രീതിയിൽ മുന്നോട്ടു പോയ ബന്ധത്തിലെ ചില പ്രശ്നങ്ങളാണ് പരാതിക്ക് കാരണമെന്നും രാഹുലിന് ആദ്യം സന്ദേശം അയച്ച് പരിചയപ്പെട്ടത് വിവാഹിതയായ യുവതിയാണ് എന്നും പ്രതിഭാഗം വാദിച്ചു. പരാതിക്കാരിയുടെ പരാതി തന്നെയാണ് ഈ വാദത്തിന് പ്രതിഭാഗം ഉപയോഗിച്ചതും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ഈ മാസം 11-നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 18 ദിവസം ജയിലിൽ കഴിഞ്ഞ രാഹുൽ ജാമ്യം ലഭിച്ചതോടെ ജയിൽ മോചിതനായി. 3 ബലാത്സംഗ കേസുകളിലും രാഹുലിന് അനുകൂലമായ കോടതി നിരീക്ഷണങ്ങൾ ഉണ്ടായത് രാഹുലിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 18 ദിവസമാണ് രാഹുൽ ജയിലിൽ കഴിഞ്ഞത്. ഒരാൾ പിന്നിലിരുന്ന് രാഹുലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതോടൊപ്പം രാഹുലിനെതിരായിട്ട് കേസുകൾ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഒരേ സോഴ്സിൽ നിന്ന് വന്നു എന്നും ആ ഒരു സോഴ്സിൽ അവരെ അഡ്വൈസ് ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാരും ഉണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ക്രിമിനൽ നടപടിക്ക് വിധേയമാകണം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. സമൂഹത്തിനെ ഇതുപോലെയുള്ള ഒരു MLA ദ്രോഹിച്ച് ഒരു അന്തരീക്ഷത്തിലെ ഒരു കേസുണ്ടാക്കി പടച്ചുവിടുന്നത്, അത് അംഗീകരിക്കാനും അതിൻ്റെ പറയുന്ന ക്രിമിനൽ നടപടി എടുക്കാനും തയ്യാറാകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാനത്തുണ്ട്. പക്വതയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് നിയമത്തെപ്പറ്റി യാതൊന്നും അറിയില്ല. ഒരു 154 പഴയ CRPC അല്ലെങ്കിൽ 173 BNS അനുസരിച്ച് കേസെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായി പഠിപ്പിച്ച് വിടാത്ത കുറേ ഉദ്യോഗസ്ഥന്മാർ കേരള സംസ്ഥാന പോലീസിലുണ്ട്. അവർക്കൊന്നും അവരുടെ ട്രെയിനിങ് പീരീഡിലൊന്നും നല്ല ക്ലാസ്സുകൾ കൊടുത്തിട്ടില്ല. റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളം കേരളത്തിലുണ്ട്. അവരെ എങ്ങനെയാണ് കേസ് പണ്ട് മുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് 154 CRPC അതേ പ്രൊവിഷൻ തന്നെയാണ് 173 BNS തന്നെ, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഒരു വക്കീലിനെ അല്ല വിളിക്കേണ്ടത്, ഒരു അന്വേഷണ കുതികളായ അന്വേഷണം നടത്തിയ തഴക്കവും പഴക്കവും ഉള്ള കോഗ്നിസബിൾ ഓഫൻസ് എപ്പോഴാണ് എടുക്കേണ്ടത് എന്നറിയാവുന്ന കേരളത്തിലെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തുകൊണ്ട് അവരെ വിളിച്ച് ക്ലാസ് എടുക്കാനായിട്ട് DGP തയ്യാറാകണം. അല്ലെങ്കിൽ പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ മേധാവി അഡീഷണൽ DGP തയ്യാറാകണം എന്നാണ് എൻ്റെ അപേക്ഷ.